ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ട ആ ശിലയുടെ മഞ്ജീര ശിഞ്ചിതങ്ങളിൽ സൃഷ്ടി സ്ഥിതി ലയങ്ങളുടെ രഹസ്യമറിഞ്ഞ ഗാനം ശ്രീമതി ഋതു വിനോദന്റെ മധുര സ്വരത്തിലൂടെ ആസ്വദിച്ചു. അതിനിടയിൽ പ്രിയമുള്ളവരെ, 19 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ സംഘടനയ്ക്ക് വിത്തുപാകിയ ശ്രീ വി ബാലകൃഷ്ണൻ അവർകൾ സ്റ്റേജിലേക്ക് വരികയുണ്ടായി. ഇവിടെ വയലാർ ഓർമ്മിക്കപ്പെടുകയല്ല, ജീവിക്കുകയാണ് ഈ ഗാനങ്ങളിലൂടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രോത്സാഹനത്തിന്റെ പൂച്ചെണ്ട് കൊടുത്തുകൊണ്ട് രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ച ആ വലിയ മനുഷ്യനോട് ഞാൻ പറയുന്നു, ഒരു കൊച്ചനിയനെ പോലെ ആ തൃപ്പാദങ്ങളിൽ തൊട്ട് വണങ്ങിക്കൊണ്ട് ഞാൻ സമ്മതിക്കുന്നു, ഇവിടെ വയലാർ ജീവിക്കുന്നു. ഈ വയലാർ ജീവിക്കുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ ശ്രീ വള്ളത്തോൾ രാജേന്ദ്രന്റെ ശബ്ദത്തിലൂടെ, ചക്രവർത്തിനി, നിനക്ക് ഞാൻ എന്റെ ശില്പഗോപുരം തുറന്ന് എത്തുകയും നിന്റെ മുമ്പിൽ നീ ധരിച്ചിരിക്കുന്ന പുഷ്പപാതകം ദയവ് ചെയ്ത് നീ പുറത്തു വയ്ക്കുക. നഗ്നപാതയായി എന്റെ സങ്കല്പ സാമ്രാജ്യത്തിലേക്ക് കടന്നെത്തുക ചക്രവർത്തി. ചക്രവർത്തിനി നിനക്കു ഞാൻ എന്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാൻ എന്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായി അകത്തു വരൂ. ചക്രവർത്തിനി സാലഭഞ്ജികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും, പഞ്ചലോഹമണി മന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും, ദേവസുന്ദരികൾ കൺകളിൽ പ്രണയദാഹമോടെ നടമാടും, ചൈത്ര പത്മദല മണ്ഡപങ്ങളിൽ രുദ്രവീണകൾ പാടും, താനേ പാടും. ചക്രവർത്തിനി നിനക്കു ഞാൻ എന്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാതയായകത്തു വരൂ. ചക്രവർത്തിനി ശാരദേന്ദു കല ചുറ്റിലും കനക പാരിജാതമലർ തൂകും, കന്യകകൾ നിന്റെ വീതികളിൽ രത്നകമ്പളം നീർത്തും, കാമമോഹിനികൾ നിന്നയൻ ഹൃദയ കാവ്യലോക സഖിയാക്കും, മച്ചകങ്ങളിലെ മഞ്ജുശയ്യയിൽ ലജ്ജ കൊണ്ടു ഞാൻ